ഹലോ നമുക്കിന്ന് ബെൽജിയത്തിലെ ട്രെയിനുകളുടെ ഉൾവശം ഒന്ന് കണ്ടാലോ. ഇങ്ങനെയായിരിക്കും ട്രെയിനുകളുടെ ഉൾവശം ഉണ്ടാവുക. ഓരോ ബോഗിക്കും ഇങ്ങനെ ഡോറുകൾ ഉണ്ടാവും. മാനുവലായിട്ടോ ഓട്ടോമാറ്റിക്കായിട്ടോ ക്ലോസ് ആവുന്നതും ഓപ്പൺ ആയിട്ടുള്ളതും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വിൻ്റർ ടൈമിൽ ആ ചൂട് നിൽക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓരോ ബോഗിക്കുള്ളിലും ഒരു സ്ക്രീൻ ബോർഡ് കാണും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എത്ര സ്റ്റോപ്പ് ഉണ്ട്, ട്രെയിൻ എന്തെങ്കിലും ലേറ്റ് ആണോ, എത്ര മണിക്കാണോ ഓരോ സ്റ്റോപ്പിലും നമ്മൾ എത്തുന്നത്, അടുത്ത ആ സ്റ്റോപ്പിൽ നിന്ന് എപ്പോഴാണ് ട്രെയിൻ എടുക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ട ആ ഓറഞ്ച് ബോർഡും അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും എല്ലാ ട്രെയിനുകൾക്കും ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നതോ അല്ലെങ്കിൽ നേരെ ഉള്ള സീറ്റുകളോ, അതായത് ഒരേ സൈഡിലേക്കുള്ള സീറ്റുകളും ആയിരിക്കും. ഓരോ ബോഗിയിലും നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ലഗേജ് മേളിൽ വെക്കാനുള്ള ഒരു സ്പേസും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ 2 ബോഗി കൂടുമ്പോൾ അല്ലെങ്കിൽ 3 ബോഗി കൂടുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരിക്കും. നമുക്ക് അതിനകത്തെന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബട്ടണും ലോക്ക് ചെയ്യാനുള്ള ബട്ടണും ഉണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ അതിനകത്ത് ലോക്കായി പോയാൽ ഹെൽപ്പിങ്ങിനുള്ള ഒരു ബട്ടൺ കാണും. അപ്പം അത്രയാണ് അതിനകത്തുണ്ടാകുന്നത്. പിന്നെ കൈ കഴുകാനുള്ള ഒരു സൗകര്യം, ഒരു സെൻസർ പൈപ്പായിരിക്കും എല്ലായിടത്തും തന്നെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു സൗകര്യം 2 3 ബോഗി കൂടുമ്പോൾ കാണാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ അടിയിൽ, മിക്ക സീറ്റിൻ്റെ അടിയിലും തന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അതുകൂടാണ്ട് ഒരു ടേബിളും കാണും. നമുക്ക് ഫുഡ് കഴിക്കാനോ നമ്മുടെ ബോട്ടിലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെ ഇങ്ങനത്തെ ഡബിൾ ഡെക്കറിൻ്റെ ട്രെയിനുകളും ഉണ്ട്. അതും സീറ്റുകളൊക്കെ ഈ സെയിം തന്നെ രീതിയായിരിക്കും. ടിക്കറ്റ് റേറ്റിനും വ്യത്യാസമൊന്നുമില്ല. നമുക്ക് മേളിലോ താഴെ എവിടെ വേണേലും ഇരിക്കാം. പക്ഷെ നമ്മൾ കയറുമ്പോൾ സ്റ്റാൻഡേർഡ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 2 എഴുതിയ ബോഗിയിൽ വേണം കയറാൻ. കാരണം 1 എഴുതിയ ബോഗിയിൽ കയറണമെങ്കിൽ നമ്മൾ വേറെ ടിക്കറ്റാണ്, അതിന് സ്പെഷ്യൽ ടിക്കറ്റാണ്, കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെയാണ് ട്രെയിനിൻ്റെ ഉൾവശം കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.